Hello மக்களே, welcome to the channel Tamil Family Reacts. நான் ஸ்வாதி பிரபாகர் with me my husband வாசு. வணக்கம். ஓகே, பார்ட் 1, 2 பார்த்துருப்பீங்கன்னு நினைக்கிறேன். பார்க்கலன்னா டிஸ்கிரிப்ஷன் லிங்க் ஷேர் பண்ணுறோம், போய் பாருங்க. இப்போ பார்ட் 3 போயிடலாம். ஏன் മനോജ് പറ്റി മറച്ചു പോയത്? എന്നിട്ട് സാർ നമസ്കാരം. രാവിലെ ഞാൻ മിനിസ്റ്ററെ കൊണ്ട് വിളിപ്പിച്ചപ്പോ ശേഖരൻ നമ്പ്യാർ ഒന്നും മസിൽ പിടിച്ചു. മന്ത്രി മാധവന്റെ നാവിൽ സരസ്വതി വിളയാടി തുടങ്ങിയപ്പോ വന്നോളാമേന്ന് ശേഖരൻ. ശേഖരൻ നമ്പ്യാർ വന്നോടെ എത്തി. நம்மளும் அப்படி വേല വെട്ടാങ്ക അതുവാ. ഇടിച്ചവന്റെ ഹൈക്കമാൻഡ് ചളിക്കല്ലേ. എന്നെ ഇടിച്ചില്ലെങ്കിൽ തന്നെ ഞാൻ ഇടിക്കും എന്ന ലൈനിലായിരുന്നു ആ സാറ്. തലപ്പത്തും താഴെ ഒരുമാതിരി എല്ലാവരും ഹാപ്പി. ഞാനും ഇരുന്നാട്ടെ. അപ്പൊ ശിവദാസ, എങ്ങനാ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. മംഗലശ്ശേരി വീട് ലേലത്തിൽ വെക്കുക എത്രയും വേഗം. ബാങ്ക് ലീഗൽ അഡ്വൈസറുമായിട്ട് ചർച്ച നടത്തിയപ്പോ ലേലത്തിൽ വെച്ചുള്ളൊന്നും നിയമമൊന്നും ഇല്ലെന്നാ പറഞ്ഞു. ബാങ്കിന് പിരിഞ്ഞു കിട്ടേണ്ട തുക പ്രോപ്പർട്ടി ആർക്ക് വേണമെങ്കിലും വിറ്റ് വസൂലാക്കാം. അത് നിയമം. അത് ലേലത്തിൽ വെക്കേണ്ട നിയമം വേറെ പറയുന്നില്ലല്ലോ. കൂടുതൽ വകുപ്പ് നോക്കാതിരിക്കുകയാണ് എല്ലാവർക്കും നല്ലത്. ഇത് ഞാനും മാധവൻ സാർ ഇൻവോൾവ് ആയ കേസാണ്. ഞങ്ങൾ പറയുന്ന പ്രപ്പോസൽ അംഗീകരിച്ചാൽ മതി. മാധവൻ സാറിനെ ധിക്കരിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്നും ചെയ്യും. പിന്നെ എന്നെയാണോ അവഗണിക്കാൻ പോകുന്നത്? ഭയക്കണം കേട്ടോ. നിങ്ങളുടെ കൈ കൊണ്ട് എന്റെ അച്ഛൻ മരിക്കുമ്പോ എനിക്ക് എന്റെ ഒരു കൊച്ചു പിച്ചാത്തി കിടക്കപ്പാടടിയിൽ സൂക്ഷിച്ചു വെച്ച് ഉറങ്ങാൻ നേരം വെളുപ്പിച്ച കുട്ടിക്കാലം മുഴുവൻ നിങ്ങളെ എങ്ങനെ കൊല്ലാം എന്ന് മാത്രമാണ് ഞാൻ ചിന്തിച്ചത്. ആ പിച്ചാത്തി എന്റെ കയ്യിൽ നിന്ന് വാങ്ങി വലിച്ചെറിഞ്ഞ് ജീവിക്കാനും ജീവിച്ച് വിജയിക്കാനും എന്നെ പഠിപ്പിച്ച മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന വലിയ മനുഷ്യന് വേണ്ടി എനിക്ക് എന്തെങ്കിലും പ്രത്യുപകാരം ചെയ്യാൻ കിട്ടിയ സന്ദർഭമാണിത്. அவங்க அப்பாக்கு பதிலாக குண்டு வாங்கி செத்தார்ல ஒரு பையன். ஒரு எம்எல்ஏ தானே இருக்காரு. ഒരു ചോദ്യമേ നമുക്കുള്ളൂ. അതിന്റെ ഉത്തരം രണ്ടായാലും അത് പറഞ്ഞിട്ട് ഇവർക്ക് പോകാം. എന്റെ ഞരമ്പിലൂടെ ഓടുന്ന രക്തത്തിന്റെ ശുദ്ധിയിൽ എനിക്ക് സംശയമില്ലാത്തിടത്തോളം ഇവരുടെ ഉത്തരം എന്ത് തന്നെയായിരുന്നാലും വിഷയമാവില്ല. എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന എനിക്ക് കിട്ടും, വാങ്ങും. ഞാൻ കൊടുക്കേണ്ടി വരുന്നത് പണമോ പൊന്നോ, ഈ നിൽക്കുന്നതിൽ ഒരുത്തന്റെ പ്രാണനായാലും കൊടുക്കേണ്ടടുത്ത് കൊടുത്തിട്ട് വാങ്ങി. നമ്പ്യാരെ, അപ്പോ ലേലത്തീയതി ഉടനെ ഡിക്ലെയർ ചെയ്യുകയല്ലേ? ചെയ്യാം. എങ്കിൽ വേഗം സ്ഥലം വിട്ടു. എനിക്ക് വേറെ ചില പണികളുണ്ട്. Contacts and power. രാജേന്ദ്ര, മന്ത്രി മാധവൻ. ശിവദാസ, കാർത്തികന് പറ്റിയ ഫീൽഡ് പോളിറ്റിക്സ്. എങ്കിൽ ഇയാൾ ഇവിടെ ഷൈൻ ചെയ്ത് ഒരു ഷൈനി വിൽസർ ആയേനെ. മാധവൻ സാർ, താല്പര്യമുള്ളവനാണ് ഞാൻ. ഇവിടെ നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ഒരു സീറ്റ് എരന്ന് വാങ്ങി, പിന്നെ നാട് മുഴുവൻ രണ്ട് കൈയും ഒട്ടിച്ച് ചേർത്ത് ചുണ്ടിലൊരു വഷളം ചിരിയും ഫിറ്റ് ചെയ്ത് നിരങ്ങി തുറന്നിരിക്കുന്ന കീശകളിലും മണ്ണാക്കിലും കാശ് തള്ളി തിരികെ കയറ്റി സ്ഥാനലബ്ധി കൈവരുത്തുന്ന കോപ്പിലെ പരിപാടിയല്ല. അങ്ങ് വടക്കൻ മണ്ണിൽ യുപിയിലോ ബീഹാറിലോ ജനിച്ചിരുന്നെങ്കിൽ തോക്കിൻ കുഴലിന്റെ മുന്നിൽ ഗ്രാമങ്ങളെ മുഴുവൻ കുനിച്ചു നിർത്തി വോട്ട് ചെയ്യിച്ചും ബൂത്ത് കയ്യേറിയും കത്തിച്ചും കണക്കൊപ്പിച്ചും ജയിച്ചു കയറുന്ന ജമീന്ദാർ രാഷ്ട്രീയ കളരികളിൽ ഇറങ്ങിയത്. ഇന്ത്യ എന്ന് പേരുള്ള ദരിദ്ര കർഷകന്റെ ചാളപ്പുരയുടെ തറ മാന്തി ഇത്തിരി വിത്ത് വാരിക്കൊണ്ട് അവലുണ്ടാക്കി തേങ്ങയും ശർക്കരയും കുഴച്ച് തിന്നാൻ அரசியலுக்கு ட்ரை பண்றாரோ? ஒரு டைலாக்ஸ் இருந்திருக்கு, ரெஃபரன்சஸ். ശേഖരൻ നമ്പ്യാരാൻ കമ്പനി എത്തിയിട്ടുണ്ട്. പോളേട്ടിനകത്ത് കയറിയ ഗോവെ കുമാരേട്ടനുണ്ട്. ഞാന് ലേലം നടക്കുന്ന ഹാളിന് വെളിയില്. ചുമ്മാ ഞഞ്ഞാ പിഞ്ഞാ വിളി വേണ്ടെന്ന് പറ പോളേട്ടിനോട്. ആരെന്ത് ഫിഗർ വിളിക്കുന്നോ നേരെ ഡബിൾ. സമയമില്ല കളയാൻ. പാലക്കാട് ജില്ല ഒറ്റപ്പാലം താലൂക്ക് ഏഴിലക്കര അംശം ദേശം മംഗലശ്ശേരി മാധവമേനോൻ മകൻ നീലകണ്ഠൻ വയസ്സ് 67, കൈവശമിരിക്കും വസ്തു മംഗലശ്ശേരി പറമ്പ് 6 ഏക്കർ 47 സെന്റ് ഭൂമി. இப்போ இவனுங்க எடுக்கிறதுக்குள்ளோ തുടങ്ങുന്നു. നടക്കട്ടെ, ഞാൻ ഉണ്ണിയായിട്ട് കോണ്ടാക്ട് ചെയ്തോളാം. ஏன் இவர் அங்க போல? മറ്റേ നാറിയില്ല അവിടെ മാപ്പു മണിയമ്പ്ര പുരുഷു. അതാരും പറഞ്ഞില്ലേ, അവൻ അങ്ങനെ വന്ന് ചാടില്ല. മറ്റേ ദുബായ് ഇഷ്യൂ ഉണ്ണി കണ്ടാ കുത്തിന് പിടിക്കുന്നറിയാം. CK ടെമ്പേഴ്സിന്റെ മൊയ്തു ഹാജി 20 വിളിച്ചു. ശേഖരൻ നമ്പ്യാർ 5 കൂട്ടി. നമ്മളോ 40 ലക്ഷം. ஆஹா, இவனுங்க விட மாட்டானுங்க. அவரோட முதல் எடுக்கிறதுக்கு பண்ணுவானுங்களோ. ശേഖരൻ നമ്പ്യാർ 10 കൂട്ടി. പോളേട്ടൻ ജമ്പ് ചെയ്ത് 60. ഇനി ആരും മേലെ പോവില്ല. 60 ലക്ഷം ഉറപ്പിക്കാൻ പോകുന്നു. കൺസീൽഡ് ടെൻഡർ ഒന്നും വന്നില്ലേ? ഒരു കൺസീൽഡ് ടെൻഡർ ഉണ്ട്. കൺസീൽഡ് ടെൻഡറിലെ ഫിഗർ
എന്താ കാർത്തികേയ പറയുന്നത്? 60 ലക്ഷത്തിന് മേലെ കൺസീൽഡ് ടെൻഡറിൽ വരാൻ എന്താ ചാൻസ് ഉള്ളത്? ശരിയായ വിലയുടെ ഇരട്ടിക്ക നമ്മളിപ്പോ നിൽക്കുന്നത്. അവന്മാര് പൊട്ടിക്കെട്ടെന്ന് അതിയുമ്മ ആരോ തമാശ കാണിച്ചതാവും. ശരി, இது என்ன ஓப்பன் டெண்டர் இல்லாம எழுதி போற டெண்டர் தான். அதுல யார் அதிகமா வராங்களோ அப்படியோ. யார் என்ன குக் பண்றாங்கன்னு யாருக்கும் தெரியும். அதான் ஓப்பன் டெண்டர்ல அதிகமா போயிட்டே இருக்கு. മണിയമ്പ്ര രാഘവൻ മകൻ പുരുഷോത്തമൻ സമർപ്പിച്ചിരിക്കുന്ന ഈ കൺസെയിൽ ടെൻഡറിൽ 60,10,000 രൂപയാണ് കാണിച്ചിരിക്കുന്നത്. ഓ ലേലം ആ തുകയ്ക്ക് മിസ്റ്റർ പുരുഷോത്തമൻ ഉറപ്പിക്കേണ്ടി വരും. അതെങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? കൺസീൽ ടെൻഡറല്ലേ? எப்படி உங்களுக்கு பாஸ் ஆச்சு 60 லட்ச ரூபாங்கிறது? தெரியலையே. இன்ஃபர்மேஷன் லீக் ஆயிட்டு இருக்குப்பா. എന്നോ നീ ഇല്ല, തെറ്റില്ല ലക്ഷ്യം. നിന്റെ വരവിന്റെ വേഗവും താളവും എനിക്ക് കണക്കുണ്ടായിരുന്നതിന്. നിനക്കിന്ന് കണക്കുകൾ തെറ്റിയ ദിവസം അല്ലേ? മൈദീൻ കണ്ണ റാവുത്തർ ഒരു പഴയ ചങ്ങാതിയാ. നല്ല സമ്മാനമാണ്. എഴുത്താണി കത്തിയെന്ന ഇതിനെ പറയാ. കണ്ണും കൈയും ഏകാഗ്രമായാൽ ലക്ഷ്യം കാണും. കഴുത്ത് തുളച്ചു കയറും. ഒരു പൂവിറുക്കുന്ന ലാഘവത്തിൽ ഒരു ജീവൻ. എന്താടോ ഒറ്റുപോയാ താൻ? 100ാം ക്ലാസ് ചെറ്റത്തരം കാട്ടും ശേഖരൻ. അതവന്റെ രക്തത്തിലുള്ളത്. നീ തോൽക്കില്ലട മോനെ. ആയുധങ്ങളെന്നോ ഉപേക്ഷിച്ച ഞാൻ ഈ എഴുത്താണി കത്തിയുടെ മൂർച്ച നോക്കിയത് നിനക്ക് വേണ്ടിയാണ്. കൂടെ ഞാനുണ്ട്. ഈ യുദ്ധമുറകൾ അറിയില്ലെങ്കിലും ഒരു തേരാളിയായി കൂടെ നിൽക്കാം. அப்பா பையன் ஃபைட் இருக்கோ? கிளைமேக்ஸ்ல வந்தாலும் ஐயோ என்ன கன் எடுத்து வந்துட்டு இருக்காரு. தானே കുടിക്കുമ്പോ തനിച്ചിരുന്ന് കുടിക്കണമെന്നാ മിലിറ്ററി അയ്യപ്പൻ നായർ പറഞ്ഞത്. ആളുകളെ അങ്ങ് ഒഴിവാക്കാനാ ഇപ്പൊ പൊട്ടിയ വെടി. മോനെ ആദ്യം ഒരു കട്ടൻ ചായയുടെ കൂടെ ഒരു ലൈം പീസും. എവിടെ ഓണർ ബുരുഷു? ഒരു പേര് മറ്റേ പണി കാണിക്കല്ലേ? ഞാൻ പണിയാൻ തുടങ്ങുന്നതേ ഉള്ളടാ വടുവ റാസ്കൽ. தமிழ் കൺസീൽഡ് ടെൻഡർ എനിക്കങ്ങ് ബോധിച്ചു. എടാ പട്ടി പുരുഷു, താങ്ങുന്നത് കാർത്തികേയനിട്ടാണെന്ന് നീ ഓർത്തില്ലേ? അതോ നീ എത്രയ്ക്കങ്ങ് വലുതായ? ചെയ്യിച്ചതാ ശേഖരൻ മുതലാളി. ഞാൻ ബിനാമിയാ. പുരയുടെ അയാളുടെ പേർക്ക് എഴുതി കൊടുക്കുകയും ചെയ്തു. ഉണ്ണേ, നീ ആ ദുബായ് കളി കളിച്ചില്ലേ ചന്ദ്രദാസന്റെ കൂട്ടുപിടിച്ച്? 10 ലക്ഷമാണ് ഞാൻ കൊരിപ്പോക്കായത്. അതിങ്ങി തരണം. തരും, തന്നിരിക്കും. അമ്മയാണേ തരും. പുറത്തൊരു എസ് ക്ലാസ് ബെൻസ് കിടക്കുന്നത് ആർക്കുള്ളത്? എന്റെതാ. അതിന് ഇവന്റെ ഇരിക്കട്ടെ. പണം കൊടുക്കുമ്പോ ഇവൻ തിരിച്ചു തരും. മതി. എന്നാ ഞങ്ങള് ചലിക്കട്ടാ? ആയിക്കോട്ടെ. വാ. അരി വറക്കല്ലേ? போற பக்கம் ஒரு அடிச்சு போறாரு. நேக்கா பினாமி வச்சு வாங்கி அவர் பேர்ல மாத்திட்டாரா வீட்டை? யாருப்பா அவரு? எவ்வளவு கேவலம் பண்ணிட்டு இருக்காரு. എന്താ എന്താ ഇതിനകത്ത് കാര്യം? ഇതിനകത്ത് എന്റെ അമ്മായിയമ്മയുടെ 28 സദ്യ ഉണ്ടാവുന്ന വഴി പറഞ്ഞ പന്നപ്പം. അവനെ ഇങ്ങ് വിട്. ഞാൻ അവനെ കണ്ടിരുന്നു. മണിയമ്പറ പുരുഷോത്തമനെ. ഓ എന്താ അയാൾക്ക് വിശേഷം? വിശേഷം ഉണ്ടാക്കി കൊടുക്കാനാ പോയത്. പക്ഷെ അവൻ പറഞ്ഞു അവനെ കൊണ്ട് നിങ്ങൾ വേഷം കെട്ടിച്ചതാണ്. ആണോ? ഇനി നിനക്ക് എന്താ അറിയേണ്ടത്? നമ്പ്യാരെ, അതെനിക്ക് തിരിച്ചു തന്നെ. മംഗലശ്ശേരി, നിങ്ങൾ പറയുന്നതാണ് വില. ഒരു നാഴി മണ്ണിന് 1 ലക്ഷം ഞാൻ തരും. നിന്റെ കയ്യിൽ പണമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അത് മുഴുവനും ഇട്ട് നീ തുലാഭാരം തൂക്കിയാലും മുണ്ടയ്ക്കൽ ശേഖരൻ കാൽവെച്ച് തട്ടുയരില്ല. മംഗലശ്ശേരി അത് ഞാൻ പൊളിക്കും. അതിന്റെ അസ്ഥിവാരം നിരത്തി ഞാൻ കുഴി കക്കൂസ് കുത്തും. എന്നിട്ട് നാട്ടുകാരെ വിളിച്ച് അങ്ങോട്ട് കാശ് കൊടുത്തിട്ട് കാര്യം സാധിക്കാൻ പറയും. എന്നിട്ട് നിങ്ങളും കുടുംബവും കൂടെ തലയെ ചുമന്നുകൊണ്ട് പോവുമായിരിക്കും. അമ്മാതിരി തറപ്പണിക്ക് നിങ്ങൾക്ക് വേറെ സ്ഥലം കിട്ടും. ഇതൊഴിവാക്ക്. എന്റെ അമ്മ അടക്കം ചെയ്ത മണ്ണാണത്. ഓ അങ്ങനെയൊന്നുണ്ടോ? എങ്കിൽ ആ അസ്ഥിമാടമായിരിക്കും ആദ്യം ഞാൻ കുത്തിപ്പൊളിച്ച് കളയാൻ പോകുന്നത്. ഇല്ല നമ്പ്യാരെ, അതിനായി നിങ്ങൾ ഈ ബാലൻസ് നിൽക്കുന്ന കൈ ഉയർത്തിയാൽ വാഴയില വെട്ടി വിരിച്ച് കാത്തിരിക്കാൻ വീട്ടുകാരോട് പറഞ്ഞിട്ടായിരിക്കണം. ബംഗ്ലാവിലേക്ക് இன்னொரு கை வெட்டி எடுத்து ആവേശം ഈ வாயில் மாதிரி வச்சிருவேன்றாரு. അതൊരു രോഗലക്ഷണമാണ്. ചിന്തിക്ക്. എന്നിട്ട് എനിക്കൊരു മറുപടി താ. ഇനിയും എന്റെ മുന്നിൽ നീ ഇതും പറഞ്ഞു വന്നാൽ പണ്ട് കുഞ്ഞനന്തനെ കൊന്ന തോക്ക് ഞാൻ എടുക്കും. തോക്കെടുത്തോ, പക്ഷെ തോക്കാൻ വേണ്ടി ആകരുതെന്ന്. ഒറ്റ കയ്യിൽ ഡബിൾ ബാരൽ പൊക്കി എയിം ചെയ്യുന്ന നേരമൊന്നും എനിക്ക് വേണ്ട. ഞാനിങ്ങനെ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് നടത്തണ പോലെ ഈ 6 അടി 1.5 ഇഞ്ചിൽ സവാരി ഗിരിഗിരി നടത്തും.
ഒന്നും രണ്ടുമല്ല, കുറെ ഉണ്ട്. പല സൈസിൽ പല രീതിയിൽ പെടയ്ക്കുന്നത് എന്റെ കയ്യിൽ. കുറച്ച് മണിക്കൂറുകൾ അല്ലെങ്കിൽ ഒരു ദിവസം കാക്കും. പിന്നെ നമ്പ്യാര് വിവരം അറിയും. നീ പോടാ ചെക്ക. ഞാൻ പോകുന്നു. പക്ഷെ ഈ നാക്ക് കൊണ്ട് തന്നെ കാർത്തികേയ മോനെ എന്ന് വിളിച്ച് കരയുന്ന ഒരു ദിവസം വരും. അതൊഴിവാക്കാൻ ചിന്തിക്കും. ரிவெஞ்சுக்கு பொண்ணை கல்யாணம் பண்ண போறாரோ? ഇനി കാണുമ്പോ നിന്റെ മീശ പിരിച്ചിങ്ങനെ മുകളിലോട്ട് വെക്കരുത്. അങ്ങനെ കണ്ടാൽ സീവിടുവേ. சீவிடுவேன் ரஜினி டைலாக். മോനെ ആപ്പച്ചട്ടിയില് അരി വറക്കരുത്. ஆப்பச்சட்டியில் அழி வரைக்கிறதா? ஐப்ரோஸ். ഞാൻ നാളെ പോകുന്നു ഒരു 10 ഡേയ്സ് മെഡിക്കൽ ക്യാമ്പ്. അകമലയിലെ ആദിവാസി കോളനിയില് ഞങ്ങളൊരു 15 മെമ്പേഴ്സിന്റെ ഗ്രൂപ്പ്. കൂടുന്നോ? ഞാനെന്തിനാ വരുന്നത്? നിന്റെ കല്യാണം ഇനി എടുത്തില്ലേ? ഇനി എത്ര ദിവസം ഉണ്ട്? അത് തന്നെ ഈ ക്യാമ്പിന്റെ ത്രില്ലും. ഇനി ഇങ്ങനെയൊക്കെ എപ്പോഴാ? ஆஹா. ആരാ കണ്ടോ? സുഹൃത്തായിക്ക് ഗസ്റ്റ് ഉണ്ടല്ലോ. അവൾ എന്നെ പേഴ്സണലായിട്ട് കല്യാണം വിളിക്കാൻ വന്നതാ. അത് ശരി. വേറെ ആരെയും കാണുന്നില്ലല്ലോ. ഓ ജോ തമാശ പറയുന്ന ഡോക്ടർ. അതായിട്ടാണ് ആ സൈസ്. ആണോ? ഞാൻ അങ്ങനെ പച്ചയ്ക്ക് തിന്നാനിരുന്ന് കൊടുക്കാറുമില്ല. എന്നാ സ്വയം പൊഴിഞ്ഞൊരു പ്ലേറ്റ് കയറി ഞാൻ വന്ന് ട്രൈ ചെയ്യാം. സത്യത്തിൽ പ്രേമമല്ലേ, അതിതീവ്രാനുരാഗം. അത് ഉള്ളിൽ നിറഞ്ഞിട്ട് പുറത്തേക്ക് ഒഴുകുന്നത് ഈ ഫോമിലാണെന്ന് മാത്രം. ഇവളുടെ ഉഡ്ബി പോലീസ് പറഞ്ഞിട്ടാണ് അറിയുന്നത് ഇവൾക്ക് എന്നോട് ഭയങ്കര ലപ്പായി. സത്യം തന്നെ ജാൻകി. സുന്ദരിയാണ് കേട്ടോ. നല്ല ബെസ്റ്റ് ഫേസ്, പിന്നെ എല്ലാം കൊള്ളാം. മറ്റൊരുത്തന്റെ ഭാര്യയാവാൻ പോകുന്നവളോട് കുറച്ചുകൂടെ മാന്യമായി സംസാരിക്കണം. നിന്നോട് ആരെങ്കിലും പറഞ്ഞോടി മറ്റൊരുത്തിന്റെ ഭാര്യയാവാൻ പോവാൻ? അമ്മ நான் யார போனக்கு அப்படின்றாரு. ശ്രീനിവാസനോട് അവൾ അങ്ങനെ പറഞ്ഞെങ്കിൽ അത് സത്യമാണ്. ഭയങ്കര ഇഷ്ടമായിരുന്നു. അവൾക്ക് സങ്കടം ഉണ്ടാവും. സത്യത്തിൽ നിങ്ങളായിരുന്നു തമ്മിൽ ചേരേണ്ടത്. എന്തിന്? ഇതെന്തോന്നൊരു ഹിന്ദി സിനിമയുടെ കഥ. അമരീഷ് പുരിയുടെ മോൾ. അമരീഷ് പുരിയുടെ മോളെ അനുപം ഖേറിന്റെ മോൻ കയറി പ്രേമിക്കുക. ഒടുവിൽ കുറെ മെലോ സീൻസും തൂത്തുവാരിട്ടടിയും പിന്നെ കല്യാണവും പിന്നെ ശുഭം എന്ന് എഴുതിയ ലാസ്റ്റ് കാർഡും. അവളുടെ തന്തയുടെ ക്ലൈമാക്സ് എന്റെ കൈ കൊണ്ടാകുമോ എന്ന ഡൗട്ടിലാണ്. என்னப்பா படத்தோட கிளைமேக்ஸ் சொல்லிட்டு இருக்காங்க. ഞാനില്ല, പണ്ടത്തെ ജാനകി അറിയാവുന്നോണ്ട് പറഞ്ഞതാ. അവൾ വളരെ നല്ല കുട്ടിയല്ലേ? നല്ല കുട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ലത്. ഇഷ്ടാണോ സത്യായിട്ട്? പിന്നെ ചില ഇഷ്ടങ്ങൾ അങ്ങനെ ഹൃദയത്തിന്റെ നെല്ലിപ്പടി നെല്ലിക്കോട് ഭാസ്കരനല്ല, நெல்லிப்படினா? അവിടെ മൂടിക്കിടക്കട്ടെ. സവാരിക്കിരിക്കും. இவர் என்ன உண்மையிலுமே தான் சொல்றாரா இல்ல வீட்டை வாங்கினேங்கிறதுக்காக போய் இல்ல இல்ல இப்போ உண்மையா சொல்லு. மெடிக்கல் கேம்ப் போயிட்டாங்களா அவங்க? കരയില്ലേ കരയില്ലേ, ഇത് കഴിഞ്ഞില്ലേ? ഒരു ഉറുമ്പ് കടിച്ച വേദനയല്ലേ ഉള്ളൂ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. വല്യമലയിൽ താമസിക്കുന്ന കൂടുതൽ തമിഴ് ജാതികളാ, ആദിവാസികള്. இது என்னது? Why? ഞാൻ വരാം ഡോക്ടർ. ആ ശരി. സിസ്റ്റർ യു ആസ്ക് ഹിം ടു ടേക്ക് ദിസ് ടാബ്ലറ്റ് for 2 days. യാ ലെറ്റ്സ് സീ. அவர் என்ன சொன்னாருன்னா இங்க மருந்து நம்ப மாட்டாங்க, மந்திரங்களை தான் நம்புறாங்கன்னு சொன்னாங்க. ജാനകി അമ്മ, ഞാനാണ്. അമ്മ ഒരു നിമിഷം കുഞ്ചം വാങ്ങ. எனக்கு என்ன சும்மா சாய்ஸ் மாதிரி இருக்கு. എന്താ കാര്യം? ஜகதியா അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം. ഒരു മുഖ്യமான വിഷയം. இல்லையா? പറഞ്ഞോളൂ. அவர் தான் ஸ்டார்டிங்ல தமிழ்ல பேசினாரு, அதுக்கப்புறம் ஒரு தமிழ் கேரக்டர் இல்லையா? അമ്മ എന്റെ കൂടെ ഒരു ഇടം വരെ ഒന്ന് വരണം. പേഷ്യന്റിനെ കാണാനാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറയൂ. ആംബുലൻസ് ആവശ്യമുണ്ടെങ്കിൽ അതിൽ ക്യാമ്പിലേക്ക് കൊണ്ടുവരാം. அவர் கூட இருந்தாரு அவரு. ഇത് പേഷ്യന്റ് വിഷയം. ஜகதீஷ் அவர் பேரு. ஜகதீஷ் தானே அவர் பேரு. ஆனா ஜெகதியோட ஃப்ரெண்ட். அவர் கூட வந்தாருல்ல பாதம். அவர்தான் அவர் கூட இருந்தாருல்ல, அவர் தான் ஆமா ஸ்டார்டிங்ல. ஆ இவர் பேரு ஜகதீஷன் மன்னார். ஜெகதி கரெக்ட். கவுண்ட் கூட ஸ்டார்டிங்ல டான்ஸ் ஆடிட்டு இருந்தாரு. ஐயோ இப்பதான் ஞாபகம் வருது. என்ன போன படமே இருக்கு அவனுக்கு. கவுண்ட் இருந்ததே இப்பதான் ஞாபகம். சக்திவேல் கவுண்டர் கூட இருந்தாருல, அந்த கேரக்டர். எனக்கு தமிழ் கேரக்டர் இருந்தவொடனே அந்த படத்துல யார் இருக்கான்னு சொல்லிட்டு சொன்னேன். நாங்க வந்து வீரப்பனடா. அவன வீரப்பன் சொல்றாங்கப்பா. இந்த டாக்டர் சொன்னாதானே பயம் வரும். என்ன பண்ணியாச்சு? ஏன் கிட்னாப் பண்றாங்க தெரியல. ஆக்சுவலா ஆக்சுவலா சக்திவேல் கவுண்டர் வந்துட்டு இவருக்கு ஃப்ரெண்டு தானே. மேபி இவரை வச்சு ஏதாச்சும் கேம் பண்ண பாக்குறாரோ. வீரப்பன் குரூப் தெரிச்சு ஓடிட்டாங்க வீரப்பன் குரூப். ആഹാ, അവരെത്ര പേരുണ്ട്? 4 പേര്. ആ യെസ്, ഐ എം കമ്മിങ്. അവൻ നീലന്റെ മോൻ. അറിയാഞ്ഞിട്ടല്ല അങ്കിൾ. പിന്നെ എന്താടോ നോക്കി നിൽക്കണേ? അവൻ എങ്ങനെ അറസ്റ്റ് ചെയ്യരുതോ? നമ്മളിപ്പോ ശ്രദ്ധിക്കേണ്ടത് പുറത്താരെയും അറിയിക്കാതിരിക്കാനാണ്. ഒരു അറസ്റ്റ് നടന്നാൽ പത്രക്കാർ വെറുതെ ഇരിക്കില്ല. നാറ്റിക്കും ബന്ധുക്കളും നാട്ടുകാരും എല്ലാരും കൂടെ ചേർന്ന് ന്യൂസ് ലീക്ക് ചെയ്യാതെയുള്ള ഒരു അന്വേഷണം അതേ ഇപ്പൊ പറ്റുള്ളൂ.
കല്യാണം ഉറപ്പിച്ച കുട്ടിയാ. അതിനെ ഞാൻ- ഓ ഇപ്പൊ மட்டும் ഇവർക്ക് ഫീൽ ആവുക. അവൾക്ക് ആപത്തൊന്നും ഒന്നും സംഭവിക്കില്ല എന്ന് തന്നെ വിശ്വസിക്കാം. അവന്റെ പുറകിൽ തന്നെ ഉണ്ട് ഞാനും എന്റെ ഡിപ്പാർട്ട്മെന്റും. இவருக்கெல்லாம் சென்டிமெண்ட் மியூசிக் போடாதீங்க. அதான் சவாரி கிரிகிரி. என்னப்பா இது மாடர்ன் ட்ரெஸ்ல இருக்காங்க? நியரஸ்ட் டவுன்ல போ. பஸ்ஸே அவங்களோட நினைச்சேன் பஸ்ல இருப்பாரு நினைச்சேன். அம்மா அவங்க இடம் வந்தா ஜரங்கம்மா ஆப்பன் போட்ட நம்ம வழி விடுங்க. கில்லி படத்துல லாரியில் ஏறி முத்துப்பாண்டி இடத்துக்கு போகல அந்த மாதிரி இருக்கு. நியரஸ்ட் டவுன். இவரே இல்ல. டவுன் டவுன். சும்மா டைம் வேஸ்ட் பண்ணாதம்மா. ரைட் ரைட். കേരളാവിലെ ഇരുന്ന് ഹാഫ് வந்துட்டாரு. പോട്ട ഒരു ഡോക്ടറെ கிட்னாப் பண்ணியாச்சு. ഇങ്ങോട്ട് വാടി. എന്നിട്ട് വാടി. ഓ നിങ്ങളാണ് ഇത് ചെയ്തത്. Why did you do this? നീ സയൻസ് പഠിച്ചപ്പോ രാമൻ എഫക്ട് പഠിച്ചിട്ടില്ലേ? ഡോക്ടർ CV രാമന്റെ തിയറി. ഇത് രാവണൻ ഓ എഫക്ട്. പെങ്ങളുടെ മൂക്കും മുലയും മുറിച്ചു എന്നറിഞ്ഞപ്പോഴാ ജനകന്റെ മോളല്ലോ ചെയ്ത പെണ്ണ് അടിച്ചോണ്ട് ഓ ഇവരുതാ രാവണവാ. പാടിയ ഈ ഗാനം നീ കേട്ടിട്ടില്ലേ ജാനകി? നിങ്ങൾ എന്താ ബാൻഡിറ്റ് കിങ്ങോ? കിഡ്നാപ്പ് ചെയ്യാനൊക്കെ? എനിക്ക് വീട്ടിലേക്ക് പോണം. പ്ലീസ് ലെറ്റ് മീ ഗോ. കേക്ക്, നിന്റെ അച്ഛൻ എന്നോട് ചീപ്പ് പണി എന്റെ തറവാട് ഫ്രോഡ് കളിച്ച് അയാൾ കൈക്കലാക്കി. എനിക്കത് തിരിച്ചു വേണം. നല്ല ഭാഷയിൽ ഞാൻ അയാളോട് സംസാരിച്ചു. എന്റെ അമ്മ ഉറങ്ങുന്ന മണ്ണ് നാഴി കണക്കിന് അളന്ന് ലക്ഷങ്ങൾ വെച്ച് ചോദിച്ചാലും ഞാൻ കൊടുക്കുമായിരുന്നു. കേട്ടില്ല? മംഗലശ്ശേരി നീലകണ്ഠന്റെ അത് മുണ്ടക്കൽ ചേര് കയ്യിൽ വെച്ച് നിലയുള്ളതല്ല. ഇതൊരു ബിസിനസ് ഡീലാണ്. നിന്നെ വെച്ച് ഞാൻ വില പേശും. നിങ്ങൾ ഈ കാണിക്കുന്നത് ചീപ്പാണ്. യെസ് ഐ നോ. പക്ഷെ ഓരോ ശത്രുവും അർഹിക്കുന്ന യുദ്ധമുറയുണ്ട്. അതേ പ്രയോഗിക്കാവൂ. പേനിനെ കൊല്ലുക, നഖം അമർത്തിയ. ഇരുമ്പ് കൂടത്തിന് പേനെ ഇപ്പടിതാനെ കൊള്ളുവാங்க. அப்படிதான் കൊള്ളணும். 47 എടുത്ത് ആരും ഫയർ ചെയ്യാറില്ല. നിന്റെ തന്തപ്പടിക്ക് നീ ഒരു ദൗർബല്യമാണെന്ന് എനിക്കറിയാം. നാളെ കുറിച്ച് വെച്ച കല്യാണം അടുക്കുന്നു. ശേഖരൻ നമ്പ്യാരുടെ തലയ്ക്കകത്ത് ഇനി എന്റെ വാക്കുകൾ കയറും. അതുവരെ നീ ഇവിടെ ഇരി. இவங்க பேர் ஜானகியா? இவங்களுக்கு கல்யாணம் ஆக போதா? ഇത് ശക്തിവേൽ அவங்கதான் ராமன் கணக்கு. இவரு ராவணன் தூக்கிட்டு வந்துட்டாரு പൊണ്ണെ. ഇവിടെ നിയമവും നീതിയൊക്കെ ഇയാള് നിശ്ചയിക്കുന്നതാണ്. അശോകവനിയിലെ ചിന്താവിഷ്ടയ സീതയെ പോലെ നിനക്ക് ഇവിടെ കഴിയാം. ശേഖരൻ നമ്പ്യാരുടെ ബുദ്ധി തെളിയുന്ന ദിവസം അടുത്ത് വരാൻ വേണ്ടി പ്രാർത്ഥിക്ക്. അന്ന് നിനക്ക് വീട്ടിൽ പോവാം. ഗൗണ്ടറെ ഞാൻ പോണു. ഡോക്ടർ അമ്മാവെ നല്ല പാത്തുക്കോ. ഐ ആം സോറി. அம்மா வாமா. SP ശ്രീനിവാസ്. യെസ് മിസ്റ്റർ SP ഇരിക്കാം. ജാനകി എവിടെ? ഏതാ പോളേട്ടാ ജാനകി? അടുക്കളന്ന് ജാനകി അമ്മ മങ്കരയിലെ അല്ലേ മോന്റെ കൂടെ താമസിക്കുന്നത്? അത് തന്നെ. അവര് പോയി. അവർക്ക് ഇത് സ്മാർട്ട്നെസിന്റെ പ്രശ്നമല്ല. ഇക്കാലത്ത് പഴച്ചു പോണെങ്കിൽ ഇത്ര നമ്പർ കൈ വേണം. അടിച്ചടിച്ച് നിൽക്കണ്ട സാർ. ജാനകി മിസ്സായെങ്കിൽ നീ തന്നെയാണ് അതിന്റെ പുറകിൽ. സിമ്പിൾ കോമൺ സെൻസ് മതി എനിക്കത് മനസ്സിലാവാൻ. ഞാൻ അന്വേഷണത്തിലാണ്. ക്ലിയർ എവിഡൻസ് കിട്ടുന്ന നിമിഷം നിന്നെ ഞാൻ കൊണ്ടുപോകും. പിന്നീടുണ്ടാകുന്ന കോൺസിക്വൻസസ് നീ തയ്യാറായിരിക്കണം അത് ഫേസ് ചെയ്യാൻ. മുൻകൂർ നോട്ടീസിന് നന്ദി. ഞാനൊരു 14 ദിവസത്തെ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്. ഉഴിച്ചില് പിഴിച്ചില് ധാര വസ്തി. ഈ പറഞ്ഞ കോൺസിക്വൻസസ് നേരിടാൻ തറവേലയാണ് താൻ ഇറക്കിയിരിക്കുന്നത്. കഥയില് നായികയുടെ ഭാവി ഭർത്താവായ സുമുഖ സുന്ദരനായ നായകൻ തറവേല എക്സ്പെക്ട് ചെയ്യണം. നിന്നോട് കളിക്കാൻ ഞാനും ശീലിച്ചു തുടങ്ങും. ചീപ്പ് ഡേർട്ടി പ്ലേസ്. വിഷ് യു ഗുഡ് ലക്ക് മിസ്റ്റർ SP. അയ്യോ. ഹലോ അതുകൊണ്ട് കൊടുക്കാം. ഹലോ, എന്താടോ? മുണ്ടക്കൽ ശേഖരന്റെ മോളെ കാണാനില്ലെന്ന് കേട്ടു. ഞാനും കേട്ടു. അച്ഛനാ? തനിക്കതിൽ റോളുണ്ടോ? ഇല്ല. അറിഞ്ഞോ? ഉണ്ടാവരുത്. ഇല്ല. അവനല്ലേ? ചെയ്യണമായിരുന്നു. മുണ്ടക്കൽ ശേഖരന്റെ അമ്മയുടെ അമ്മ. അച്ഛന് സംശയമുണ്ട്. ഞാൻ തൊട്ടിത്തരം കാണിക്കുന്ന മൂപ്പർക്കറിയാം. ഗൗണ്ടറുടെ സ്ഥലം സേഫ് ആണെന്ന് അറിയാം. അങ്ങ് ചെല്ലും. എങ്ങോട്ട് ചെല്ലുന്നു? പൊള്ളാച്ചി SP കതിരേശന്. വള്ളിയൂരിന്റെ ബോർഡറിൽ ഒരുത്തൻ കാലുകുത്തിയ ഗുരുസ്വാമി അവളെ കൊണ്ട് പറക്കും. ലാൻഡ് ചെയ്യുന്നത് MM ഹിൽസിലെ ലക്കാനയുടെ ബംഗ്ലാവിൽ. ഓൾ പ്ലാന്റ്. പാണ്ഡവർക്ക് പാതി രാജ്യം കൊടുക്കുമോ എന്ന് ചോദിക്കാനാണ് മീഡിയേറ്ററായ സാക്ഷാൽ കൃഷ്ണൻ കൗരവ സഭയിൽ പോയത്. അപ്പോഴാ മൂപ്പര് 5 ബ്രദേഴ്സിനെ വിളിച്ചു പറഞ്ഞത് പൂശടാ പിള്ളാരെന്ന്. മാർഗമല്ല ലക്ഷ്യമാണ് കാര്യമെന്ന്.
അതെ, ഒരേ ഒരു ലക്ഷ്യം. എന്റെ അമ്മ ഉറങ്ങുന്ന മണ്ണ് എനിക്കത് കിട്ടണം. കിട്ടില്ല, അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോറി ഡോക്ടർ, വി കുഡന്റ് ഹെൽപ്പ് ഇറ്റ്. അവളോടെ ജാനകി. മോനെ രാജവേന്ദ്ര, മുണ്ടയ്ക്കൽ തറവാട്ടിൽ നിന്ന് പെൺകുട്ടികൾ ഒരു ബോള് പോലെ അടിച്ചു പൊങ്ങി മിസ്സായാൽ നേരെ വന്ന് മംഗലശ്ശേരിക്കാരുടെ സ്റ്റംസിന്റെ ഇടയിൽ തപ്പരുത്. നിന്റെ മച്ചുനച്ചി കുളിച്ചുണ്ട് താമസിക്കുകയാണ് പൊള്ളാച്ചി പക്കം വള്ളിയൂർ ഗ്രാമത്തിൽ ശക്തിവേൽ ഗൗണ്ടറുടെ വീട്ടിൽ. നീന്ന് കൂട്ടിക്കൊണ്ടുപോരെ. അവിടുത്തെ കാട്ടുമാക്കാൻ പിള്ളാര് നിന്റെ ഉണ്ടംപൊരി കൊണ്ട് ക്രിക്കറ്റ് കളിക്കും. നീ ട്രൈ ചെയ്. മിടുക്കനാണെങ്കിൽ യു ക്യാൻ വിൻ ദ മാച്ച്. നിന്നെ ഞാൻ കൊല്ലും. ആ ചിന്ത നിന്റെ തലച്ചോറിൽ നിന്ന് ഇടത് കൈയിലേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്തിന്റെ 1/3 മതി എനിക്ക് ട്രിഗർ ചെയ്യാൻ. യു വാണ്ട് ടു ട്രൈ? என்னடி சொன்ன? ராவணன், நீங்க ராவணன் தான். டாக்டர் ஆண்டி கடத்திட்டு வந்தது யாரு? நீங்க. அவங்க பேர் என்ன? ஜானகி. ஜானகின்னு சொன்னா சீதா தான். சீதாவை கடத்திட்டு போனவன் ராவணன். புரிஞ்சுதா? அடி பாவி, யாரடி சொன்ன இதெல்லாம்? ஜீனியஸ் தானி. அதோ அவங்கதான். நான் ராவணன். നീ ആരെ ഷൂർ പണുകയാ? ഈ പിള്ളേരുടെ ഇടയിൽ എനിക്കൊരു ഹീറോ ഇമേജ് ഉണ്ടായിരുന്നു. നീ അത് പൊളിച്ച് അടിക്കുകയല്ലേ? രണ്ടും കൂടി നടക്കില്ല ബൈ. പോക്കർത്തരം കാണിക്കുകയും വേണം, ഹീറോ ആയിട്ട് വെലസും വേണമെന്ന് പറഞ്ഞാ അത് ഇത്തിരി പാടാ. നീ ഇവിടെ സെറ്റായ ജാലിയായിട്ട് കൂടുകയാണെന്ന് തോന്നുന്നു. പിന്നെന്ത് വേണം? ഇനി തിരിച്ചു പോകുന്നില്ല എന്ന് പറഞ്ഞു കളയോ? ഉവ്വ, കരഞ്ഞിട്ടും പിടിച്ചിട്ടും കാര്യമില്ലെന്ന് അറിഞ്ഞിട്ട് ഞാൻ പ്രിട്ടൻഡ് ചെയ്യുന്നതാ. പക്ഷേ ചിലപ്പോഴൊക്കെ രാവണ ഇവിടം എനിക്ക് ഇഷ്ടമാവുന്നുണ്ട്, ചിലപ്പോഴൊക്കെ നിന്നെ. അല്ല അടിക്കാൻ വിട്ടാര്. കാറ് ശേഖരന്റെ വീട്ടിലാണല്ലോ. എന്തേ സൂറ? ജാനകിയുടെ അമ്മ എന്താണാവോ? വേറെ നിവർത്തിയില്ലാത്തത് കൊണ്ട് വന്നതാ. എന്റെ മോള് എന്തും പകരം കൊടുക്കാം. എന്റെ പ്രാണം വേണമെങ്കിൽ അതും. കാർത്തികേയനോട് പറയണം. ഇവിടുന്ന് പറഞ്ഞാലേ അവൻ കേൾക്കും. അയാള് എല്ലാവരും പറയുന്നു കാർത്തികേയൻ അറിയാതെ ഒന്നും സംഭവിക്കില്ലെന്ന്. കല്യാണം ഉറപ്പിച്ച കുട്ടിയാ. അതിനി 10 ദിവസം തികച്ചില്ല. ആ അനുമതി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ധൈര്യമായിട്ട് വന്ന് എന്റെ സങ്കടം പറയായിരുന്നു. ഞാനും മോളും പാവങ്ങളാ. മറ്റുള്ളവർ ചെയ്യുന്ന ദുഷ്ടതയ്ക്ക് ഞങ്ങളെ ശിക്ഷിക്കരുതെന്ന് പറയണം കാർത്തികേയനോട്. കാല് പിടിക്കാ ഞാൻ. പൊയ്ക്കോളൂ. കാർത്തികേയനാണ് അതിന് ഉത്തരവാദിയെങ്കിൽ ഞാൻ നോക്കിക്കൊള്ളാം. നിങ്ങൾ പോയിക്കോളി. നാട്ടില് മുഴുവൻ സംസാരം കാർത്തികേയൻ തന്നെയാണെന്നാ. ചെക്കനെ എനിക്ക് ആദ്യം എന്റെ മകൾ എവിടെയുണ്ടെന്ന് പറ. എനിക്ക് അവളെ കാണണം. എന്നിട്ട് മതി എന്തും. ദാണ്ട ഇയാള് പിന്നെ ഇത് തന്നെ പാടിക്കൊണ്ടിരുന്നത് എങ്ങനെയാ ശിവദാസ? നമ്പ്യാരെ, നിങ്ങൾ ബലം പിടിച്ചിട്ട് കാര്യമില്ല. മോളെ കെട്ടാൻ പോകുന്ന IPS കാരനും കീഴാഫീസർമാരും ഇതിപ്പോ നാളെ കുറച്ചായില്ല അന്വേഷണം തുടങ്ങിയിട്ട്. എന്തായി? കിട്ടില്ല, പൊടി പോലും കിട്ടില്ല. മറ്റൊന്നും കാട്ടി മുണ്ടയ്ക്കൽ ശേഖരനെ പേടിപ്പിക്കാൻ കഴിയില്ല എന്ന് അവൻ അറിയാം. അതെ, അത് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഇങ്ങനെ ഒരു പണി തന്നത്. മംഗലശ്ശേരി പറമ്പ് തിരിച്ചു തരാമെന്ന് പറഞ്ഞല്ലോ. ഇനി എന്തിനാ? വാക്ക് പോരാ, അത് കാർത്തികേയന്റെ പേർക്ക് എഴുതിയന്റെ പേപ്പർ കാണിക്കണം. വെറുതെ ഓസിനല്ല, ലേലത്തിൽ നമ്പ്യാർ എത്ര രൂപയ്ക്ക് പിടിച്ചോ അതങ്ങ് മേടിക്കാം. ലാഭം വേണമെങ്കിൽ അതും തരും. പട്ടി വരും ലാഭം വാങ്ങാൻ. അല്ല, അത് സൗകര്യം പോലെ ആരെ വേണേലും പറഞ്ഞേക്ക്. പട്ടി ഫ്രീ അല്ലെങ്കിൽ മതി. ഇല്ലാത്ത സമയം ഉണ്ടാക്കി ഞാനിവിടെ വന്നിരിക്കുന്നത് ഇതിന്റെ തീർച്ച അറിയാനാ. കുട്ടിയുടെ തള്ള എന്ന് പരാതി ബോധിപ്പിച്ചത് കേട്ടില്ലേ കേന്ദ്രത്തിന്റെ മുന്നില്? അതിന്റെ പെട്ടെന്ന് ഈ കോംപ്രമൈസ് മീറ്റിംഗ്. ഈ ചാൻസ് കളയട്ട. ഇതുവരെ പിടിച്ചു നിന്ന പോലല്ല. കല്യാണ തീയതി അടുത്തു. നാറും നാട്ടുകാരുടെ വീട്ടുകാരുടെ മുന്നില് നാറി നാണം കെടും. കിഡ്നാപ്പ് പண்றவங்க கூட ഒറിജിനൽ കഥയാപ്പാ. തീരുമാനം പറഞ്ഞിട്ട് പോ. രാജേന്ദ്രനോ ശ്രീനിവാസനോ അവരൊന്നും അറിയരുത് ഞാൻ തോറ്റു തന്നു. ചെന്നുപോയി പറ ആ നായിന്റെ മോനോട് ശേഖരൻ സമ്മതം പറഞ്ഞു. മുദ്രപത്രം എഴുതി അവന്റെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കാം. ഇതെന്റെ മോൾക്ക് വേണ്ടി. അങ്ങനെ സമാധാനിച്ചോളാം ഞാൻ. ஞாபகம் சொல்றதா ஒரிஜினல் ஸ்டோரி சொன்னாங்க. ராவண ப்ரோக்கு தெரியல, இதுக்கப்புறம் தான் தெரியும் என்னன்னு. ஓ சரி, ஓகே ஓகே. இது வந்து அதுக்கப்புறம் தான் எடுத்திருக்காங்க. ഗുരുസ്വാമി, എന്റെ അമ്മ റെഡിയാ? അമ്മ റെഡി. ആനപ്പുറത്ത് കയറണം. അല്ല തലൈവ, പക്ഷെ ഇങ്ങ എല്ലാവരും ரொம்ப ഡെസ്പെറേറ്റ്. അമ്മാവ് പറഞ്ഞയക്കാൻ മതി. ഞാനും വലിയ സങ്കടത്തിലാടോ. പറഞ്ഞയക്കാൻ എനിക്കും മടിയാ. തലൈവ, அந்த അമ്മാവ് നീങ്ങളെ കല്യാണം ചെയ്യ തലൈവ. അതാ ഇവിടെ എല്ലാവരും
நீ என்ன இவங்களுக்கு கல்யாணம் நடக்க நினைக்கிற 2 பேருக்கும்? அவங்களுக்கு ஆகும் நினைக்கிறேன். நிச்சயம் പക്ഷേ യാരായിരുന്നാലും ഒരുമിച്ച് ഇവിടെ വരണം ഒരു നാൾ. யாருமே கல்யாணம் பண்ணிக்க திரும்ப. வருவாளா ஓ என் உடஞ்சு போன நெஞ்ச ஒட்ட வைக்க அவள் வருவாளா. ஜானகி ரெடி. அந்த படம் அப்பலாம் வந்துருச்சு போல. இங்க கமர்ஷியல் ஹிட்ஸ் மாதிரி அங்க கமர்ஷியல் ஹிட்ஸ் போல இருக்கு. இல்ல நம்ம அஜித் படம் தான் அங்க பார்த்துருப்பாங்கன்னு நினைக்கிறேன். ஆனா இவங்க ராவணன் சீதைன்னு சொல்லிட்டாங்களே, அப்படிலாம் கல்யாணம் பண்ணா கொஞ்சம் நல்லா இருக்குமா? அப்படியெல்லாம் கணக்கு கிடையாது, சும்மா ஒரு கான்செப்ட் தான். എന്താ റിലീസ് കിട്ടിയതിന്റെ നന്ദി പ്രാർത്ഥനയാണ്. ഇത് കുമുദത്തിന് വേണ്ടിയാ. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ വിവാഹം എളുപ്പം നടക്കുമെന്നാണ് ഒരു മിത്ത്. അവൾക്ക് പാവം നല്ല വിഷമമുണ്ട്. പ്രായം കൂടുതലേ. തടിയും കുറച്ച് ഓവറാ. പേരറിയാത്ത ദേവി അതങ്ങ് നടത്തിക്കൊണ്ടു. ആ പാവം ഗൗണ്ടറുടെ ഒരേ ഒരു പ്രശ്നമാണ്. ഓ അങ്ക ഒരു പൊണ്ണ ഞാനും കൂടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഫലം ഉണ്ടായെന്നറിഞ്ഞാ ഞാൻ തന്നെ അറിയിക്കാം. ഇല്ല, വളരെ ലേറ്റായി ചെന്ന ഒരു നിവേദനമുണ്ട് ഈ ദേവിയുടെ മുന്നിൽ. വളരെ വളരെ ലേറ്റ്. പാവം ദേവി കൈമലർത്തി കാണിച്ചു കാണും. ആരോട്? കുമുദത്തിനോട്. അവൾ എന്ത് പ്രാർത്ഥിച്ചു? ഒരു വിവാഹം നടക്കാൻ. വധു ഈ ജാനകി, വരൻ ഈ രാമൻ. அப்ப போயிட்டு கடத்திட்டு போடலாம், 2 பேரும் ஒண்ணா போன சொல்ல போறாங்க. വാത്മീകി പോയിട്ട് പുതിയ എഡിഷൻസ് പ്രിന്റ് ചെയ്തിറക്കുന്ന പബ്ലിഷർ പോലും പൊറുക്കില്ല അവളോട്. ഇതിഹാസമാണേ മാറ്റി എഴുതാൻ ശ്രമിക്കുന്നത്. സ്ത്രീജിതനല്ലാത്ത ശ്രീജിതനായ രാവണൻ ലങ്കയ്ക്കലങ്കാരമായ സൗന്ദര്യമായാണ് സീതാദേവിയെ കണ്ടത്. ആരാധിക്കാൻ, പൂജിക്കാൻ ഒരു വിഗ്രഹം. ഇതിഹാസങ്ങളുടെ പുതിയ ഇന്റർപ്രിട്ടേഷൻ കുറെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആരും രാവണ സീതാ പരിണയം ചിന്തിച്ചിട്ടില്ല. തല്ലുള്ളൂ അതാവും. പക്ഷെ ജനകപുത്രി മൈഥിലി, നീ ഇപ്പോഴും ഒരു രാമന്റെയും സ്വന്തമാണ്. പിന്നെ എന്തിനാണ് ലങ്കേശ്വര എന്നെ ഈ ടൊയോട്ടോ പ്രാഡോയിൽ തിരിച്ചു കൊണ്ടുവരുന്നത്? കച്ചവടത്തിന്റെ നേരും വാക്ക് പറഞ്ഞുപോയി നിന്നെ തിരിച്ചേൽപ്പിക്കാമെന്ന്. അതെ, വാക്ക് പാലിക്കണം. ശ്രീനിവാസൻ നമ്പ്യാരോടും വാക്ക് പറഞ്ഞുപോയി. നമുക്ക് വീണ്ടും ജനിക്കാം. ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ ആൽബത്തിൽ ഒരു പാട്ടുണ്ട്, നിനക്കായി തോഴി പുനർജനിക്കാം, ഇനിയും ജന്മങ്ങൾ ഒന്ന് ചേരാം. ആലൈന, ഒരു നിമിഷത്തിന്റെ സവാരി ഗിരിഗിരി മാറിപ്പോയാൽ ഞാൻ തീരുമാനിച്ചു പോകും നിന്നെ ആർക്കും കൊടുക്കില്ല എന്ന്. ஒரு லாஜிக் பாயிண்ட் சொன்னாங்க. நீ இந்த ராமனுக்கும் செய்து இல்ல, அதனால ஓகே. സവാരി ഗിരിഗിരി. എടാ IPS കാരൻ മോഡേൺ രാമ, നിനക്ക് ഈ ലോകത്ത് വേറെ എത്ര വെമ്പളാരെ കിട്ടൂടാ കോപ്പെ? ரொம்ப ஸ்போர்ட்டிவா கேஷுவலா பேசுறாங்கல்ல. നീല ശോഭയാർന്ന ആകാശ വീഥിയിൽ ഒരു പുഷ്പക്ഷപ്പെട്ടെങ്കിൽ മറ്റെന്തും മനസ്സിൽ നിന്ന് മാഞ്ഞു പോയി. ഫ്രണ്ട്സ് ഇല്ല കാലേജിൽ. ഞാൻ അമ്പോട്ടി കൊച്ചിനെയും കൊണ്ട് പറന്നേനെ. Thank you for watching part 3. நம்ம அடுத்த பாட்டுல சந்திப்போம். Bye.